പല ഫാക്ടേഴ്സും നിങ്ങൾക്ക് ഈ ലഹരി പദാർത്ഥങ്ങളിലോട്ട് എത്തിക്കുമെങ്കിലും ഈ സോഷ്യൽ മീഡിയയിലത്തെ ഒരു കാര്യം, നിങ്ങൾ കാണുന്ന ലോകം, സോഷ്യൽ മീഡിയ ലോകം എന്ന് പറയുന്നത് വെറും 1% മാത്രമേ റിയാലിറ്റി ഉള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ വളരെ സന്തോഷപരമായ ഒരു കുടുംബം നയിക്കുന്ന ഒരു ദമ്പതികളുടെ ഒരു കണ്ടിന്യൂസ് റീലുകൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, എൻ്റെ ഫാമിലിയിൽ ഇതൊന്നും സംഭവിക്കുന്നില്ലല്ലോ. കാണുന്നത് മൊത്തം സക്സസ് ആണ്. നമ്മളവിടെ ഇൻസ്റ്റാഗ്രാം നമ്മൾ തുറന്നു നോക്കിയാൽ കാണുന്നത് മൊത്തം സക്സസ് ആണ്. ഇത്രയും ഹാപ്പിയാണോ ലോകം, എന്തുകൊണ്ട് എൻ്റെ ജീവിതം മാത്രം ഇങ്ങനെ ആവുന്നു? അപ്പം നമ്മളും അതുപോലെ മാറാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെയാണ് അപകടം സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇത് വെറും 1% റിയാലിറ്റി മാത്രമാണ്. അപ്പം ഒരു പക്ഷേ നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരിക്കാം. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ നമ്മളൊരു റീൽ ഇടുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇത്രയും ലൈക്സ് കിട്ടുന്നില്ല, ഇനി ലൈക്സ് കിട്ടിയാലോ, അതൊരു ഡോപ്പമിൻ റഷും ഉണ്ടാക്കും. അപ്പോൾ കൂടുതൽ ലൈക്സ് കിട്ടാൻ വേണ്ടി വീണ്ടും വീണ്ടും റീലുകൾ ഉണ്ടാക്കുന്നു. അതൊരു മത്സരമായി മാറുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മൊബൈൽ ഫോണിലോട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിവൈസുകളിലോട്ടോ മാത്രമായി മാറുന്ന ഒരു ലോകമായി മാറാം. അപ്പോൾ ഈ സ്ക്രീൻ ടൈം എന്നാണ് നമ്മളെ വിളിക്കുന്നത്. ഇന്നത്തെ വിദ്യാർത്ഥികളെല്ലാം വളരെ ഹൈ സ്ക്രീൻ ടൈമാണ് കാണിക്കുന്നത്. എങ്ങനെയൊക്കെ പോയാലും നമ്മൾ റിയൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിനോട് സംസാരിക്കുന്നതിനോട് താരതമ്യപ്പെടുത്താൻ പറ്റില്ല ഒരു ഡിവൈസിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം. രണ്ടും രണ്ടാണ്. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കൂട്ടുകാരുമായി പുറത്തു പോയി കളിക്കുക. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ പണ്ടത്തെ കാലഘട്ടം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്, റെഡ്യൂസ് ദ സ്ക്രീൻ ടൈം എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് പാടെ ഒഴിവാക്കാൻ പറ്റില്ല എന്തായാലും. കാരണം അത് ഇന്നൊരു മനുഷ്യനൊരു സൈബോർഗ് ആണ്. ആ സൈബോർഗ് മൊബൈൽ ഫോൺ നമ്മുടെ ബോഡിയുടെ ഒരു പാർട്ടായി മാറുന്ന രീതിയിലാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല, വിച്ച് ഈസ് എ റിയാലിറ്റി.